ജഡ്ജ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഫോർ എക്സാമ്പിൾ എനിക്കറിയാം, ഞാൻ ചിലപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളാണെങ്കിലും ചില ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഒക്കെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഞാനത് തമാശ രൂപേണ ഞാൻ ഇപ്പോൾ നേരത്തെ രാവിലെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുന്നു. ബട്ട് ഞാൻ അങ്ങനെ അതിൽ ബോധേഡായിട്ടുള്ള ഒരു വ്യക്തിയേ അല്ല. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അതറിയാം. സോ ഈ ഒരു കഥാപാത്രം എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല എൻ്റെ കരിയറിൽ. ഞാൻ വളരെ ബോൾഡായിട്ടുള്ള, ഇത് ബോൾഡ് തന്നെയാണ്, ബട്ട് നമ്മൾ റിയലിസ്റ്റിക്കലി നിങ്ങൾ പറഞ്ഞല്ലോ ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട് അതിൽ. പ്ലസ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ആകാശത്ത് നിന്ന് വരുന്ന ഒരാളായിട്ടാണ് ഇതിൽ എന്നെ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഈ ഏഞ്ചൽ, ഈ മിക്കായിൽ എന്ന് പറയുന്ന മെയിലായിട്ടുള്ള ഒരു ഏഞ്ചലിനെ ഒരു ഫീമെയിൽ വേർഷനായിട്ട് കാണിക്കുന്നു. അതെനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നു. ഈ ഒരു സിനിമയുടെ എന്താ പറയുക, വികൃതി എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ചെറിയ പോർഷനേ ഉള്ളൂ. അപ്പം ആ സിനിമയിൽ മൊത്തത്തിൽ സുരാജേട്ടൻ്റെ ക്യാരക്ടറിനെ പൊളിച്ച് ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു മൈന്യൂട്ട് പോയിൻ്റായി ആ ഒരു ഭാഗം മാത്രമേ എനിക്കുള്ളൂ. അതായത് ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ സിനിമ ചെയ്തു. അപ്പം അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിലും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു സസ്പെൻസ് എലിമെൻ്റ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. സാറും ക്രൂ ഒക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്ന നിങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം.